പിറ്റേന്ന് രാവിലെ സേതി ഉണരുമ്പോൾ വൃന്ദ പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഞാൻ എണീക്കാൻ വൈകിയോ? സേതി വേഗം ഫോൺ എടുത്ത് നോക്കി. 7:30 ആയിട്ടുള്ളൂ. അതൊക്കെ എനിക്കറിയാം ചേച്ചി. അല്പം നേരത്തെ ഇവിടെ നിന്ന് ചാടാന്ന് വിചാരിച്ചു. പറയാൻ പറ്റില്ല അമ്മ എപ്പോഴാണ് പാര വയ്ക്കുന്നതെന്ന്. അമ്മ എങ്ങാനും പോണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഏട്ടനും അച്ഛനും വേറെ ഒന്നും നോക്കില്ല. അമ്മ പറയുന്നത് മാത്രം കേൾക്കൂ. സേതി അവളെ ഒന്ന് നോക്കി. അപ്പച്ചി എന്തിനാ അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി പുറത്തു പോകുന്നത് സാധാരണയല്ലേ. അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സേതി അതിന് മറുപടി നൽകിയില്ല. ചേച്ചി പല്ല് തേച്ച് വായോ, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വൃന്ദ ഫോണുമായി പുറത്തേക്ക് പോയി. സേതി 2 മിനിറ്റ് ആ ഇരിപ്പിരുന്നു. സാധാരണ പെൺകുട്ടികളെ പോലെ അമ്മയോടൊട്ടി നിൽക്കുന്ന സ്വഭാവമല്ല വൃന്ദയ്ക്ക്. എന്നാൽ അച്ഛനോടോ അത്ര വലിയ അടുപ്പത്തിനും നിൽക്കാറില്ല. എല്ലാം സ്വന്തമായൊരു കാഴ്ചപ്പാടിലൂടെ അവൾ കാണും. അതിൻ്റെ പേരിൽ അപ്പച്ചിയും അവളും വഴക്ക് കൂടാറുണ്ട്. സേതിക്ക് അമ്മയെ കാണാൻ തോന്നി. തിരക്കിലാവുമെന്ന് അറിയാമെങ്കിൽ കൂടി ഫോൺ എടുത്തവൾ അമ്മയെ വിളിച്ചു. രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് ശ്വേത. ചോറ് വാർത്ത് വെച്ചുകൊണ്ട് കറിക്കുള്ളത് നോക്കുന്ന നേരമാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. സേതു, ഫോൺ ഇങ്ങോട്ട് എടുത്തേ. വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചവൻ മേശയിലിരുന്ന ഫോണുമായി അമ്മയ്ക്കടുത്തേക്ക് ചെന്നു. ചേച്ചിയാണ്. ശ്വേത പെട്ടെന്ന് ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു. എന്താ സേതി? ഒന്നുമില്ല അമ്മേ, തിരക്കിലാണോ? 9 മണിക്ക് ഇറങ്ങേണ്ടേ, അതിലുള്ള ഒരുക്കങ്ങൾ. നീ എണീറ്റില്ലേ? ഉവ്വമ്മ. ഇന്നലെ വനജേച്ചി വിളിച്ചു പറഞ്ഞു നീ വന്ന ക്ഷീണത്തിൽ കിടക്കാണെന്ന്. അതാ പിന്നെ ഞാനും വിളിക്കാഞ്ഞത്. ചിത്തേട്ടൻ ബൈക്ക് എടുത്താണ് വന്നത്. ഒറ്റയിരിപ്പായത്തില്ലേ, അതാ വയ്യാതായേ. തറവാട്ടിലേക്ക് ഒറ്റയ്ക്ക് ഓടാൻ നിൽക്കരുത്. വൃന്ദയെയോ ജിത്തുവിനെയോ കൂട്ടി പോയാൽ മതി. അതുപോലെ പറമ്പിലൊക്കെ അലഞ്ഞു നടക്കരുത്. ഇല്ല എൻ്റെ അമ്മേ. അവനെന്തേ? ഇവിടെയുണ്ട്. പാതിരാ വരെ ഏതോ ബുക്കും പിടിച്ചിരിക്കുകയായിരുന്നു. പഠിക്കുന്നതാണെങ്കിൽ സമാധാനമുണ്ട്. ഇത് അതൊന്നുമല്ല. ഒഴിവ് കിട്ടിയ അപ്പോൾ ഓടും ലൈബ്രറിയിലേക്ക്. ഇന്നിപ്പോൾ നോക്കിക്കോ, ഞാൻ പോകുന്നതിൻ്റെ പിന്നാലെ അവനും ഇറങ്ങും. ആ ലൈബ്രറി അടയ്ക്കും വരെ അവിടെ ഇരുന്നോളും. കഴിച്ചില്ലേലും അവനൊരു കുഴപ്പമില്ല. നല്ലതല്ലേ അമ്മേ അതൊക്കെ? വായനാശീലമൊക്കെ എല്ലാവർക്കും ഉണ്ടാവോ? ഇതിപ്പോൾ ചീത്ത കൂട്ടുകെട്ടോ കളിക്കാൻ പോക്കോ ഒന്നുമില്ല. അമ്മയുടെ പരാതി കേട്ട് സേതി അവരെ സമാധാനിപ്പിച്ചു. +2 ആണ്, പഠിക്കുകയും കൂടി വേണ്ടേ? അതൊക്കെ അവൻ നോക്കിക്കോളും. അമ്മ സമയം കിട്ടുമ്പോൾ ചുമ്മാ കയറി അവൻ്റെ ഏതെങ്കിലും ബുക്ക് എടുത്ത് നോക്കിയേ. അവൻ കുത്തിക്കുറിച്ച് വെച്ച കവിതകൾ കണ്ടാൽ അമ്മയ്ക്ക് ഇപ്പോൾ പരാതിയൊക്കെ മാറും. പരാതിയല്ല സേതി, നിങ്ങൾ രണ്ടും നല്ല നിലയിലെത്തിക്കണ്ടാൽ മതി എനിക്ക്. അമ്മ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ശരി അമ്മ, പോവാൻ നോക്കിക്കോ. ഞാൻ വയ്ക്കുകയാണേ. സേതി പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തെച്ച് താഴേക്ക് ഇറങ്ങി ചെന്നു. സേതി ഹാളിലേക്ക് ഇറങ്ങി വന്നതും അവളെ തിരക്കി വനജ വന്നു. കുളിച്ചില്ലല്ലോ? ഇല്ല. തലയെ എണ്ണ തേച്ച് കുറച്ച് കഴിഞ്ഞ് കുളിക്കാം. ഹോസ്റ്റലിൽ ഈ പണിയൊന്നും കാണില്ലല്ലോ. ചെല്ല്, ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ കുളിയൊക്കെ ഒരു കടത്തുകൂട്ടാണ്. സൺഡേ മാത്രമാണ് ഓയിൽ തേക്കുന്ന പണിയുള്ളൂ. ഇത്തവണ വെക്കേഷൻ വന്നപ്പോൾ അപ്പച്ചി തന്നെയാണ് ഹോസ്റ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള എണ്ണ കാച്ചി തന്നത്. അപ്പച്ചിക്ക് മുടിയോട് ഇഷ്ടക്കൂടുതലുണ്ട്. സേതി നേരെ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങി. അവിടെ അമ്മിക്കല്ലിനടുത്ത് ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കാച്ചിയ എണ്ണ എടുത്ത് വച്ചിട്ടുണ്ട്. അവൾ നന്നായി മുടിയിലും തലയിലും തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തു. ശേഷം മുടി ഒന്നാകെ ഉയർത്തി മുകളിലേക്ക് കെട്ടിവെച്ചു. ചേച്ചി, കഴിക്കാൻ വായോ? വൃന്ദ വന്നു അവളെ വിളിച്ചു. കൈ നന്നായി കഴുകി അവൾ വേഗം അകത്തേക്ക് ചെന്നു. വൃന്ദയും ജയനും ഇരിക്കുന്നതിനൊപ്പം സേതി കൂടി ഇരുന്നു. വനജ എല്ലാവർക്കും പുട്ടും കടലയും വിളമ്പി. ചിത്തു എന്തേ, ഉണർന്നില്ലേ? താഴത്തെ അടഞ്ഞു കിടന്ന മുറിയിലേക്ക് നോക്കി ജയൻ തിരക്കി. ഇല്ല, നല്ല ഉറക്കമാണ്. ഞാൻ വിളിക്കാൻ നിന്നില്ല. കൂടെ ഇരിക്കുന്നേരം വനജ പറഞ്ഞു. ഒരു മൂളലോടെ ആൾ കഴിച്ചു തുടങ്ങി. വൃന്ദ വേഗം കഴിച്ചു എണീറ്റു.
അവൾ മുകളിൽ പോയി പേഴ്സൊക്കെ എടുത്തു പോകാൻ തയ്യാറായി വരുമ്പോൾ ബാക്കിയുള്ളവരും കഴിച്ചെണീറ്റിട്ടുണ്ട്. വൈകാൻ നിൽക്കാതെ ഇങ്ങ് പോന്നോളണം. വൃന്ദയുടെ കയ്യിൽ ക്യാഷ് എടുത്തു കൊടുക്കുന്നേരം ജയൻ പറഞ്ഞു. അവൾ സമ്മതത്തോടെ തലയാട്ടി. സേതിക്ക് ബായ് പറഞ്ഞു അവൾ വേഗം ഇറങ്ങി. വനജ ഒന്നും പറയാനോ മിണ്ടാനോ നിന്നില്ല. അവരെന്ത് പറഞ്ഞാലും അത് നല്ല രീതിയിൽ എടുക്കാൻ അവൾ ശ്രമിക്കാറില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് അവർ മൗനം പാലിച്ചത്. അവളുടെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടും പെരുമാറ്റമെല്ലാം അവരിൽ നല്ല രീതിയിൽ ആദ്യം നിറയ്ക്കുന്നുണ്ട്. ഗേറ്റ് കടന്ന് പോകുന്ന വൃന്ദയെ തന്നെ നോക്കി നിൽക്കുന്ന അപ്പച്ചിയുടെ കയ്യിൽ സേതി പയ്യെ പിടിച്ചു. അപ്പച്ചി ടെൻഷനാവണ്ട, അവൾ ലേറ്റ് ആവാതെ വരും. മോള് കഴുകാനുള്ളത് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മെഷീനിൽ ഇട്ട് വച്ചേക്ക്. ജിത്തുവിൻ്റെ ബാഗിൽ കാണും, അതും കൂടി എടുത്തോ എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി. സേതി റൂമിൽ പോയി തലേന്ന് മാറിയത് എടുത്തുകൊണ്ട് വന്നു. വിശ്വത്തിൻ്റെ റൂം ചാരി ഇട്ടിരിക്കുന്നത് കൊണ്ട് അവൾക്ക് അകത്തേക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അവൾ പയ്യെ ഡോറിൽ മുട്ടി. അടച്ചിട്ടില്ല. അകത്തുനിന്ന് അവൻ്റെ ശബ്ദം കേട്ട് അവൾ റൂം തുറന്നു. ഒരു സ്പോർട്സ് പാൻറ് മാത്രമിട്ട് ബെഡിൽ കിടപ്പാണ് വിശ്വജിത്ത്. കയ്യിൽ ഫോണുമുണ്ട്. സേതിക്ക് കയറി ചെല്ലാൻ ഇത്തിരി വല്ലായ്മ തോന്നി. എന്താടി, വൃന്ദ പോയോ? ജസ്റ്റ് പോയുള്ളൂ. ജിത്തേട്ടൻ്റെ ഡ്രസ്സ് കഴുകാനുള്ളത് എവിടെയാണ്? അപ്പച്ചി ചോദിച്ചു. നീ ആ ബാഗ് എടുത്തുകൊണ്ട് പോയിക്കോ, അതിൽ കഴുകാനുള്ളത് മാത്രമുള്ളൂ. സേതി അകത്തേക്ക് കയറി ബാഗ് എടുത്തു. നീ തല മൊത്തം എണ്ണ പൊത്തി നിൽക്കണോ? ഇതെപ്പോൾ കഴുകിക്കളയും? നമുക്കൊന്ന് പുറത്ത് പോകണം. എവിടേക്കാ ചിത്തേട്ടാ? ഇത് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് കഴുകും. അതൊക്കെ പറയാം, നമുക്കൊരു 11 മണിയാകുമ്പോൾ ഇറങ്ങാം. അവനോട് സംസാരിക്കാനുള്ളത് കൊണ്ട് അവൾ വേഗം സമ്മതിച്ചു. പുറത്ത് വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. സേതി അവളുടെ ഡ്രസ്സ് മെഷീനിൽ എടുത്തിട്ടു. അപ്പോഴേക്കും അപ്പച്ചി ബാക്കി കഴുകാൻ ഉള്ളതുമായി എത്തി. വിശ്വത്തിൻ്റെ ബാഗിലുള്ളതൊക്കെ അവർ തന്നെ പുറത്തേക്ക് എടുത്തു. അവർക്കൊപ്പം ബാക്കി പണിക്കൊക്കെ സേതി കൂടെ നിന്നു. അപ്പച്ചിക്ക് സംസാരിച്ച് നിൽക്കാൻ ഒരാൾ വേണമെന്നേ ഉള്ളൂ. പണിയൊക്കെ ആൾ ഒറ്റയ്ക്ക് തന്നെ നല്ല സ്പീഡിൽ ചെയ്യും. അപ്പച്ചിയുടെ അടുത്ത് നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. സേതിക്ക് ആളെ കേട്ടിരിക്കാനും ഇഷ്ടമാണ്. പിന്നെ പുറത്തു പോകേണ്ടത് കൊണ്ട് അപ്പച്ചിയോട് പറഞ്ഞവൾ വേഗം കുളിച്ചു വന്നു. വിശ്വജിത്തും റെഡിയായി നിൽക്കായിരുന്നു. രണ്ടാളും കൂടി ആദ്യം പോയത് തറവാട്ടിലേക്കാണ്. വീടിൻ്റെ മുന്നിലിരുന്നു ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന വൈഷ്ണവ് ബൈക്കിൽ വന്നിറങ്ങുന്ന രണ്ടാളെയും കണ്ട് അന്തം വിട്ടു. എന്താടാ, 10ാം ക്ലാസ് ആയിട്ട് നിനക്ക് ട്യൂഷനോ സ്പെഷ്യൽ ക്ലാസ്സോ ഇല്ലേ? വൈഷ്ണവ് വേഗം ഫോൺ പിന്നിലേക്ക് മാറ്റി. പഠിക്കേണ്ട കാര്യത്തിൽ അവൻ നല്ല സ്ട്രിക്റ്റാണ്. ചേച്ചി എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ ചിത്തേട്ടൻ്റെ കൂടെ വന്നു. ഹോസ്റ്റലിൽ നിന്നോ? സേതി അവൻ്റെ മുടിയിലൊന്ന് പരതി വിട്ടു. സേതിക്ക് വൈഷ്ണവിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അവിടേക്ക് കുഞ്ഞനിയനാണ് അവൻ. സേതു വളരെ പതുങ്ങിയ ടൈപ്പാണ്. വായന ഏറെ ഇഷ്ടപ്പെടുന്ന, വളരെ മിതമായി മാത്രം സംസാരിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ സേതിക്ക് സേതുവിനേക്കാൾ അടുപ്പം കൂടുതൽ വൈഷ്ണവിനോടാണ്. കുഞ്ഞാൻറ്റി എന്തേടാ? വിശ്വജിത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് തിരക്കി. അമ്മ അലക്കാണ്. ഇത് കുഞ്ഞാൻറ്റിയുടെ ഫോണല്ലേ, നീ എന്തിനാ ഇത് എടുക്കുന്നത്? എൻ്റെ നെറ്റ് കുറവാ. അവനൊന്ന് പരുങ്ങി. ഞാൻ മേമയെ കാണട്ടെ. വിശ്വജിത്ത് വൈഷ്ണവിനെ പിടിച്ചു വച്ചപ്പോൾ സേതി അകത്തേക്ക് നടന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.